അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കറണ്ട് അഫയേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്മിറ്റി ബോർഡ് LGS വെബ്കോ LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ 9496822117 എന്ന നമ്പറിൽ ഇത് വാട്സപ്പ് ചെയ്യാതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് നോക്കുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ്. നീതി എന്താണ്? നീതി എന്ന് ചോദിച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അതാണ് നീതി ആയോഗ്. നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. ഓർത്ത് വെച്ച് പഠിക്കുക, സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. 2015 ജനുവരി 1. ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ചെയർമാൻ എപ്പോഴും നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും എന്തായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ ആയിരുന്നു വെച്ചാൽ നരേന്ദ്രമോദി, നിലവിലെ ചെയർമാൻ ആയിരുന്നു വെച്ചാലും നരേന്ദ്രമോദി. ഓക്കെ, അപ്പോൾ വൈസ് ചെയർമാൻ, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നു വെച്ചാൽ അശോക് ലാഹിരി. ആരാണ്? അശോക് ലാഹിരി. അപ്പോൾ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൈസ് ചെയർമാൻ ആരെന്ന് വെച്ചാൽ അരവിന്ദ് പനഗരിയ. ഓർത്ത് വെച്ച് പഠിച്ചോണം, അരവിന്ദ് പനഗരിയ. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിച്ച ചോദ്യമാണ് അരവിന്ദ് പനഗരിയ. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓർത്തേക്ക്, പബ്ലിക് പോളിസി തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ക്ലിയർ? അപ്പോൾ നിലവിലെ CEO ആണ് നിധി ചിബ്ബർ എന്ന് പറഞ്ഞ വനിതയാണെന്ന് ഓർത്ത് വയ്ക്കുക. നിധി ചിബ്ബർ. ഇത് ഏതിനെ റീപ്ലേസ് ചെയ്താണ് വന്നത്? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1950 മാർച്ച് 15. ഓക്കെ, 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നീതി ആയോഗ് 2015 ജനുവരി 1 വന്നത്. എന്താണ്? പബ്ലിക് പോളിസി തിങ്ക് ടാങ്ക്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ചോദിച്ചു കഴിഞ്ഞ ചോദ്യമാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. നിലവിലെ CEO നിധി ചിബ്ബറും ആദ്യ CEO ആരെന്ന് വെച്ചാൽ സിന്ധുശ്രീ കുളറും എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ? അപ്പോൾ അടുത്ത് നോക്കേണ്ടത് പ്രധാനപ്പെട്ട വേദികളാണ്. G20 ഉച്ചകോടി വേദി മിയാമി എവിടെയാണ്? അമേരിക്ക. G20 G20 ആണെങ്കിൽ എവിടെയാണ്? ജോഹനാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയാണ്. ഇപ്പോൾ 2026 G20 ഉച്ചകോടി മിയാമി അമേരിക്കയും, 2025 G20 ഉച്ചകോടി ജോഹനാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് 2026 G7 ഉച്ചകോടി ഫ്രാൻസ്. 52ാമത് G20 ഉച്ചകോടിയാണ്. G7 ഉച്ചകോടിയാണ് ഫ്രാൻസിൽ നടക്കുന്നത്. ഈ അടുത്ത കാലത്താണ് നടന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പങ്കെടുത്തു എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. 2025 G7 ഉച്ചകോടി കാനഡയിലെ കനനാസ്കിസ് ആണ്. കനനാസ്കിസ്. ഓക്കെ, അപ്പോൾ കാനഡയുടെ തലസ്ഥാനം എന്താണ്? കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ. കാനഡയുടെ തലസ്ഥാനം ചോദിച്ചാൽ ഒട്ടാവയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, തണുപ്പുള്ള രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന രാജ്യവും കാനഡയൊക്കെയാണ്. ഏറ്റവും കൂടുതലെന്ന് പറയാൻ പറ്റുക, ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളികൾ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും മലയാളികൾ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് 2026 നാറ്റോ ഉച്ചകോടി എവിടെയാണ്? അങ്കാറ എവിടെയാണ്? തുർക്കിയാണെന്ന് ഓർത്ത് വയ്ക്കുക. 2025 നാറ്റോ ഉച്ചകോടി ഹേഗ്, നെതർലാൻഡ്. അപ്പോൾ ഒന്നും കൂടി 2026 G20 സമ്മിറ്റ് മിയാമി അമേരിക്ക. 2025 G20 ഉച്ചകോടി ജോഹനാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2026 G7 ഉച്ചകോടി ഫ്രാൻസ്, അത് 52ാമതാണ്. 2025 G7 ഉച്ചകോടി കാനഡയിലെ കനനാസ്കിസ് ആണ്. 2026 നാറ്റോ ഉച്ചകോടി അങ്കാറ, തുർക്കി. 2025 നാറ്റോ ഉച്ചകോടി ഹേഗ്, നെതർലാൻഡ്. അടുത്ത് നമുക്കൊന്നുകൂടെ വെക്കാം. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹി, ഇന്ത്യ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി റിയോ ഡി ജനീറോ എവിടെയാണ്? ബ്രസീൽ. ഓക്കെ, അടുത്ത് 2026 കാലാവസ്ഥ ഉച്ചകോടി അന്റാലിയ, തുർക്കി. അന്റാലിയ എവിടെയാണ്? തുർക്കി, മറന്നു പോകരുത്. അന്റാലിയ, തുർക്കി. അടുത്ത് 2025 കാലാവസ്ഥ ഉച്ചകോടി എവിടെയെന്ന് വെച്ചാൽ വേലം, ബ്രസീലാണ്. 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്, മൊറോക്കോ. 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ. അതിന് എവിടെയാണ്? ബ്രസീൽ. നമ്മൾ നേരത്തെ ബ്രസീൽ പറഞ്ഞു, അപ്പോൾ ഇത് ബ്രസീൽ തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടി 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹി. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി റിയോ ഡി ജനീറോ, ബ്രസീൽ.
2026 കാലാവസ്ഥ ഉച്ചകോടി അന്റാലിയ തുർക്കി, 2025 കാലാവസ്ഥ ഉച്ചകോടി ബേലം ബ്രസീൽ, 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത് മൊറോക്കോ, 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ. ഈ ലോക പുസ്തക തലസ്ഥാനത്തെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? യുനെസ്കോയാണ് കേട്ടോ. യുനെസ്കോ ഓർത്ത് വയ്ക്കുക, യുനെസ്കോ. ഓക്കെ, ലോക പുസ്തക തലസ്ഥാനം തിരഞ്ഞെടുക്കുന്നത് യുനെസ്കോ ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് രണ്ടൊന്ന് അവാർഡുകൾ നോക്കാം. ആദ്യത്തേത് എഴുത്തച്ഛൻ പുരസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യം കൊടുത്തു തുടങ്ങിയ വർഷം 1993. ആദ്യം ലഭിച്ചതാരാണ്? ശൂരനാട് കുഞ്ഞമ്പിള്ള. ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞമ്പിള്ള. സമ്മാനത്തുക 5 ലക്ഷം. ഓക്കെ, 5 ലക്ഷം. കൊടുത്തു തുടങ്ങുന്ന സമയത്ത് എത്രയായിരുന്നു? 1 ലക്ഷം വരെ. 2010 വരെ എത്രയായിരുന്നു? 1 ലക്ഷമായിരുന്നു. അത് പിന്നെ 1.5 ലക്ഷമായി. പിന്നീട് ഇത് 5 ലക്ഷം. 2017 മുതലാണ് 5 ലക്ഷമായിട്ട് മാറി. 2017 മുതൽ 5 ലക്ഷമായിട്ട് മാറി എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, രണ്ടാമത്തെ ജേതാവാണ് തകഴി ശിവശങ്കരപിള്ള. തകഴി ശിവശങ്കരപിള്ള. ആദ്യ വനിതയാണ് ബാലാമണിയമ്മ. വർഷം 1995. രണ്ടാമത്തെ വനിത ആരെന്ന് വെച്ചാൽ കമല സുരയ്യ. 2002. ക്ലിയർ. 2024 ലഭിച്ചത് NS മാധവനും 2025 ലഭിച്ചത് KG ശങ്കരപിള്ളയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഹിഗിറ്റ എന്ന കൃതി ആരുടെ എന്ന് വെച്ചാൽ NS മാധവനായിരുന്നു. ഓക്കെ, ലത്തൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്ന കൃതി ആരുടെ എന്ന് വെച്ചാൽ NS മാധവൻ്റെ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി. എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാരിൻ്റെ ഏറ്റവും വരുന്ന സാഹിത്യ പുരസ്കാരമാണ്. കൊടുത്തു തുടങ്ങിയ വർഷം 93. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞമ്പിള്ള. സമ്മാനത്തുക 5 ലക്ഷം. 2017 മുതലാണ് 5 ലക്ഷം. ആരംഭിക്കുമ്പോൾ സമ്മാനത്തുക 1 ലക്ഷമായിരുന്നു. രണ്ടാമത്തെ ജേതാവ് തകഴി ശിവശങ്കരപിള്ളയും ആദ്യ വനിതാ ജേതാവ് ബാലാമണി അമ്മയും. 1995 ബാലാമണി അമ്മയ്ക്ക് അവാർഡ് കിട്ടുന്നത്. 2024 ജേതാവ് NS മാധവനും 2025 ജേതാവ് KG ശങ്കരപിള്ളയും. രണ്ടാമത്തെ വനിത കമല സുരയ്യ. 2002 എന്ന് ഓർത്തിരിക്കുക. അടുത്ത വയലാർ പുരസ്കാരം. ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം. വർഷം 1977. കൃതി അഗ്നിസാക്ഷി. പലതവണ PSC ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ എക്സാമിന് ചോദ്യങ്ങൾ വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു അവാർഡ് കിട്ടിയതിനെ തുടർന്നാണ് ആ അവാർഡുകൾ ഇതെല്ലാം എന്തൊരു എക്സാമിന് വരാൻ കാരണം എന്ന് പറയുക. കൃതികൾ അഗ്നിസാക്ഷി ചോദിച്ചിട്ടുള്ളതാണ്. സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. രണ്ടാമത്തെ ജേതാവ് PK ബാലകൃഷ്ണൻ. കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ. അടുത്ത് 2024 ലഭിച്ചത് അശോകൻ ചെരുവിൽ. അത് കൃതി കാട്ടൂർ കടവ്. അതൊരു നോവലാണ്, കാട്ടൂർ കടവ്. അടുത്ത് 2025 E സന്തോഷ് കുമാർ. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് കിട്ടിയത്. ഇതിൻ്റെ പ്രത്യേകത 49ാമത് വയലാർ അവാർഡാണ് E സന്തോഷ് കുമാറിന് ലഭിച്ചത്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടി. അപ്പോൾ വയലാർ അവാർഡ് ആദ്യം ലഭിച്ചത് ലളിതാംബിക അന്തർജനം 1977. കൃതി അഗ്നിസാക്ഷി. സമ്മാനത്തുക 1 ലക്ഷം രൂപ. രണ്ടാമത്തെ ജേതാവ് PK ബാലകൃഷ്ണൻ. കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ. 2024 ജേതാവ് അശോകൻ ചെരുവിൽ. കൃതി കാട്ടൂർ കടവ്. 2025 ജേതാവ് E സന്തോഷ് കുമാർ. തപോമയുടെ അച്ഛൻ. 49ാമത് വയലാർ അവാർഡ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് E സന്തോഷ് കുമാറാണെന്ന് ഓർത്തിക്കുക. അടുത്ത് ഓടക്കുഴൽ പുരസ്കാരം. മലയാള കവി G ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1965. അദ്ദേഹം ഈ പണം ഉപയോഗിച്ചാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് രൂപീകരിക്കുന്ന 1968. അതിനെ തുടർന്നാണ് എന്ത് കൊടുക്കുന്നത്? ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കുന്നത്. സമ്മാനത്തുക 30,000 രൂപ. ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 1969 കൊടുത്തു തുടങ്ങുന്നു. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കൃതി തുളസീദാസ രാമായണം. അത് വിവർത്തനമാണ്. 2024 ജേതാവ് K അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന നോവൽ. 2025 ജേതാവ് EP രാജഗോപാൽ. ഉൾക്കഥ എന്ന കഥാവിമർശനം. ശ്രദ്ധിക്കാം, ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് G ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 65. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപീഠം ലഭിച്ച തുക കൊണ്ട് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് രൂപീകരിക്കുന്നു 1968. സമ്മാനത്തുക 30,000 രൂപയാണ് ആദ്യം കിട്ടിയത്. 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തുളസീദാസ രാമായണം എന്ന വിവർത്തനത്തിനാണ്. 2024 ജേതാവ് K അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവൽ. 2025 ജേതാവ് EP രാജഗോപാൽ ഉൾക്കഥ എന്ന കഥാവിമർശനം. ക്ലിയർ. അടുത്ത നോക്കാം.
ജ്ഞാനപീഠ പുരസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയാണ് ജ്ഞാനപീഠ പുരസ്കാരം. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2025 ആർ വൈരമുത്തു, തമിഴ്നാട് സ്വദേശിയാണ്, തമിഴ്നാട്ടുകാരനാണ് ആർ വൈരമുത്തു. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇദ്ദേഹത്തിനെതിരെ കുറേ അലിഗേഷൻ എല്ലാം വന്നിട്ടുള്ള വ്യക്തിയാണ് ആർ വൈരമുത്തു എന്ന് പറയുന്നത്. പീഡന പരാതിയും അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളൂ. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വൈരമുത്തുവാണ്, തമിഴ്നാട് സ്വദേശിയാണെന്ന് ഓർത്തു വയ്ക്കുക. തുടക്കം ആദ്യമായി കൊടുത്തു തുടങ്ങിയത് 1961-ലാണ്. ആദ്യ പുരസ്കാരം നൽകിയത് പക്ഷേ 65-ലാണ്. ആദ്യ പുരസ്കാര ജേതാവ് നമ്മൾ നേരത്തെ ഓടക്കുഴ പുരസ്കാരം പറഞ്ഞായിരുന്നു. ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. 1965 ലഭിച്ചു. 11 ലക്ഷം രൂപയാണ് എന്താണ് സമ്മാനത്തുക, 11 ലക്ഷം. 2023 ലഭിച്ചത് രാമഭദ്രാചാര്യ, സംസ്കൃത ഭാഷയിലാണ് ഇദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തിന് പ്രധാന ഗുൽസാർ ഉറുദു 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് രാമഭദ്രാചാര്യ സംസ്കൃതവും ഗുൽസാർ ഉറുദു. ഓക്കെ. 2024 ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല, ഹിന്ദി സാഹിത്യത്തിലെ എഴുത്തുകൾ എഴുതിയിരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ കൃതികൾ എഴുതിയിരുന്ന വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല. അത് 2024 എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർ വൈരമുത്തു. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. തുടക്കം 1961-ലാണ്. എന്നാൽ ആദ്യമായി പുരസ്കാരം കൊടുത്തുന്ന 1965. 11 ലക്ഷമാണ് ആദ്യം കിട്ടിയത് ജി ശങ്കരക്കുറുപ്പ്. 2023 2 പേർക്കാണ് കിട്ടിയത്. ഒന്ന് രാമഭദ്രാചാര്യ സംസ്കൃതത്തിനും ഗുൽസാർ ഉറുദു കവിയാണ്. അടുത്ത് 2024 വിനോദ് കുമാർ ശുക്ല, ഹിന്ദി സാഹിത്യത്തിലെ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് കിട്ടിയത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കായി മാതൃഭൂമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. ആരംഭിച്ച വർഷം 2000-ലാണ്. ആദ്യ ജേതാവ് തൃക്കൊടിയൻ. ആദ്യ ജേതാവ് ആരെന്ന് വെച്ചാൽ തൃക്കൊടിയൻ. സമ്മാനത്തുക 2 ലക്ഷം. ഓക്കെ. രണ്ടാമത്തെ ജേതാവ് 2001 MV ദേവൻ. 2024 ജേതാവ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറാ ജോസഫ്. ആരാണ്? സാറാ ജോസഫ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് മേതിൽ രാധാകൃഷ്ണൻ. മറന്നു വരുന്നത്. 2025 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണൻ എന്ന് ഓർത്തിക്കുക. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവനയ്ക്കായി മാതൃഭൂമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2000-ലാണ് ആരംഭിച്ചത്. ആദ്യ ജേതാവ് തൃക്കൊടിയൻ 2000 ലഭിച്ചു. സമ്മാനത്തുക 2 ലക്ഷം രൂപ. രണ്ടാമത്തെ ജേതാവ് 2001 MV ദേവൻ. 2024 ലഭിച്ചത് സാറാ ജോസഫിനാണെന്ന് ഓർത്തുവയ്ക്കുക. 2025 ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണൻ കൂടി ഓർത്തുവയ്ക്കുക. ഓക്കെ. അടുത്ത് നോക്കേണ്ടത് ആർടെമിസ് 2. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആർടെമിസ് 2. ഓക്കെ. ഈ ചന്ദ്രനിലേക്ക് വീണ്ടും കാലുകുത്തതിന് വേണ്ടിയുള്ള ഒരു പടിയായിട്ടാണ് ആർടെമിസ് 2 വിക്ഷേപിച്ചത് 2026 ഏപ്രിൽ 2-നാണ്. വിക്ഷേപിച്ചത് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. നാസയുടെ SLS റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. 4 യാത്രക്കാരുണ്ടായിരുന്നു. അതിലെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത ഉൾപ്പെട്ടിട്ടുണ്ട്. ആ വനിതയുടെ പേര് ക്രിസ്റ്റീന കോച്ച് എന്നാണ്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ചന്ദ്രയാത്രയ്ക്ക് പോകുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനാണ് വിക്ടർ ഫ്ലോവർ എന്ന് ഓർത്തു വയ്ക്കുക. യാത്രയുടെ കമാൻഡർ ആയിരുന്നു റീഡ് വൈസ്മാൻ. ഇത് പോയി കഴിഞ്ഞതാണ്, ഓർത്തു വയ്ക്കുക. ചന്ദ്രദൗത്യം പൂർത്തിയാക്കി ഓറിയോൺ പേടകത്തിലാണ് പോയത്. ഭൂമിയിൽ നിന്ന് എവിടെയാണ് തിരിച്ചിറങ്ങുന്നത്? ശാന്തസമുദ്രം, പസഫിക് ഓഷനിലാണ്. ആർടെമിസ് 2 ഉടനെ ഉണ്ട്. ആർടെമിസ് 2-ലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത് വെച്ചാൽ മനുഷ്യനെ വീണ്ടും കാലുകുത്താൻ വേണ്ടിയാണ്. ഓക്കെ. കാലുകുത്താൻ വേണ്ടിയാണ്. ഇത് എന്ത് ചെയ്തു? ചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ കാലുകുത്തുകയാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യമാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാതെ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് വലം വെച്ച് മടങ്ങി വരികയായിരുന്നു ലക്ഷ്യം. അത് സക്സസ്ഫുള്ളി പൂർത്തിയായിട്ടുണ്ട്. തിരിച്ചു വന്നിറങ്ങി ശാന്തസമുദ്രത്തിൽ വന്നിറങ്ങി. 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ഭൂമിയുടെ ഭ്രമണത്തിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിച്ചു എന്ന പ്രത്യേകതയുണ്ട്. ഓക്കെ. അപ്പോൾ 54 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് വീണ്ടും ചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നത്. 54 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ആർടെമിസ് 2 വിക്ഷേപിച്ചത് 2026 ഏപ്രിൽ 2-ആണ്.
ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. നാസയുടെ റോക്കറ്റ് SLS റോക്കറ്റ് 4 യാത്രക്കാരുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യം ഒരു വനിതയുണ്ടായിരുന്നത് ക്രിസ്റ്റീന കോച്ചാണെന്ന് ഓർത്ത് വയ്ക്കുക. ചന്ദ്രയാത്രയ്ക്ക് പോകുന്ന ആദ്യ വർഗ്ഗക്കാരനാണ് വിക്ടർ ഫ്ലോവർ എന്ന് ഓർത്ത് വയ്ക്കുക. യാത്രയുടെ കമാൻഡറാണ് റീഡ് വൈസ്മാൻ എന്ന് ഓർത്ത് വയ്ക്കുക. ചന്ദ്രദൗത്യം പൂർത്തിയായ ഒരു ഓറിയൻ പേടകം തിരിച്ച് പുറത്തിറങ്ങിയത് എവിടെ നിന്ന്? ശാന്ത സമുദ്ര പസഫിക് ഓഷനിലാണ്. ആർട്ടമിസ് 3 ലക്ഷ്യമിടുന്നത് ചന്ദ്രനിൽ വീണ്ടും മനുഷ്യൻ കാലുകുത്താൻ വേണ്ടിയാണ്. അതിൻ്റെ ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ലക്ഷ്യം ഉപരിതലത്തിൽ ഇറങ്ങാതെ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് വലം വെച്ച് മടങ്ങുകയായിരുന്നു. ലക്ഷ്യം അത് പൂർത്തീകരിച്ചു. 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ഭൂമിയുടെ ഭ്രമണപഥത്തിന് പുറത്തേക്ക് സഞ്ചരിച്ചത് ഇതിലൂടെയാണെന്ന് ഓർത്തിക്കുക. അടുത്ത് നോക്കേണ്ടത് ഒളിമ്പിക്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഒളിമ്പിക്സ്. 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസ്, ഫ്രാൻസ്. ഉദ്ഘാടനം ചെയ്തത് ഇമാനുവൽ മക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റായിരുന്നു ഇമാനുവൽ മക്രോൺ. ഓക്കെ, ഒന്നാം സ്ഥാനം നേടിയ അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലമാണ് ലഭിച്ചത്. രണ്ടാം സ്ഥാനം നേടിയത് ചൈനയാണ്. 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. മൂന്നാം സ്ഥാനം നേടിയത് ജപ്പാനാണ്. 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം. ഇന്ത്യയുടെ സ്ഥാനം 71 സ്ഥാനം, 1 വെള്ളിയും 5 വെങ്കലം. മൊത്തം 6 മെഡലുകളാണ് ലഭിച്ചത്. ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PV സിന്ധുവും സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PR ശ്രീജേഷും മനു ഭാക്കറുമാണ്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഷൂട്ടിംഗ് ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയാണ് മനു ഭാക്കർ എന്ന് ഓർത്ത് വയ്ക്കുക. 2028 ഒളിമ്പിക്സ് നടക്കുന്ന ലോസ് ഏഞ്ചൽസ് അമേരിക്കയും 2032 ഒളിമ്പിക്സ് നടക്കുന്നത് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ഒളിമ്പിക്സ് 2024 ഒളിമ്പിക്സ് നടക്കുന്ന പാരീസ്, ഫ്രാൻസ്. ഉദ്ഘാടനം ചെയ്തത് ഇമാനുവൽ മക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്. ഫസ്റ്റ് ഒന്നാം സ്ഥാനം നേടിയ അമേരിക്കയാണ്. 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും. രണ്ടാം സ്ഥാനം നേടിയ ചൈന, 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. മൂന്നാം സ്ഥാനം നേടിയത് ജപ്പാനാണ്. 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം. ഇന്ത്യയുടെ സ്ഥാനം 71, 1 വെള്ളിയും 5 വെങ്കലവും. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PV സിന്ധുവും സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PR ശ്രീജേഷും മനു ഭാക്കറുമാണെന്ന് ഓർത്തുക. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഷൂട്ടിംഗ് ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയാണ് മനു ഭാക്കർ. PR ശ്രീജേഷ് മലയാളിയാണ്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ആ സമയത്ത് ക്യാപ്റ്റനായിരുന്നു, ഗോൾ കീപ്പറായിരുന്നു എന്ന് ഓർത്തു വയ്ക്കാം. 2028 ഒളിമ്പിക്സിൽ ലോസ് ഏഞ്ചൽസ് അമേരിക്കയാണ്. 2032 ഒളിമ്പിക്സ് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത ഭാഗത്തിൽ ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.